സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആണ്. ഓക്കെ, സോ എന്തായാലും MRZ ജാസി എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ജാസിയുടെ ഒരു ലൈവ് ഇപ്പോഴായിട്ട് 2 ദിവസം കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. സോ അതിലെ ഒരു ചലഞ്ച്, പ്രപ്പോസൽ ചലഞ്ച്. ഓക്കെ, ഒരു ഗേള് വന്നിട്ടുണ്ട്. ഗേളിൻ്റെ പേര് രഞ്ജിതയോ എന്തോന്നാണ്. ഓക്കെ, സോ എന്തായാലും നമുക്ക് പ്രപ്പോസിങ് ചലഞ്ച് നോക്കാം. ജാസി, അസ്പാക്ക്, റാംബോ 3 പേരാണ് പ്രപ്പോസിങ് ചലഞ്ച് ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അമ്പലും ഉമ്പലും നീലാമ്പലും കൂവി വിളിക്കുന്നുണ്ട്. ആരടാ അവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ പറയണത്? ഒരു പെണ്ണ് അവിടെ വന്നിരിക്കുന്ന അവളെ ഫ്രണ്ടിൽ വെച്ചിട്ട് വെറുതെ കൂവി വിളിക്കുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. हम दोनों जिंदगी ना मैं तुम सगी हम तुम सगी हम दोनों जिंदगी ना मिटवा. പ്രപ്പോസിങ് ചലഞ്ച് ഇന്ന് തന്നെ ഡെത്ത് ചലഞ്ച് ആവും. हम दोनों एक ही सगी मिटवा हम दोनों एक ही सदा मिटवा. ഒരാളെ പാട്ട് പാടി എങ്ങനെ കൊല്ലാമോ അങ്ങനെ കൊല്ലുകയാണ്. ബാക്കിലൊരുത്തൻ മടലും വെച്ചിരിക്കുകയാണ് അടിക്കാൻ. എന്താ ഓവറാക്കുന്നേ? ഇതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യസന്ധമായിട്ട് പറഞ്ഞു. സീരിയസ്ലി പറയണോ? എന്റെ അടുത്തുള്ള സീരിയസ്ലി തന്നെ പറയും. കണ്ടാ തന്നെ അറിഞ്ഞൂടെ ഇഷ്ടമല്ല. എന്റെ അടുത്തുള്ള എന്റെ സൗന്ദര്യത്തിൽ വിടണ്ട, എന്നെ കണ്ടിട്ടും ഇതാവണ്ട. സൗന്ദര്യ എന്താ നീ പറയുന്നേ? ഇതാരാണ് പുതിയ ആളൊക്കെ വന്നിരിക്കുന്നത്? നമ്മള് പറയുന്നതല്ല എന്താ പേരെന്ന്? രഞ്ജിത. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പേരറിയാതെയൊക്കെയാണ് ആൾക്കാരെ ലൈവിൽ കൊണ്ടുവരുന്നത്. കൊള്ളായിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു. എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പമുണ്ടെങ്കിലും പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മാമൻ എന്ന് പറഞ്ഞാലും പാടില്ല, അതിന്റെ മോളിലുള്ള സാധനം. അതെന്താ അച്ചായൻ സ്നേഹത്തോടെ വിളിക്കുന്നതാണോ ഇല്ലെങ്കിൽ മുതുക്കനായിട്ടോ? ഇത് നിങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച? ആരെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഇതെങ്ങനെ അച്ചായൻ എന്നുള്ള പേര് കിട്ടിയ? മോനെ വിട്ടോ വലിയ ഇവിടെ പാട്ട് പാടാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഇവന്മാര് തന്നെ അച്ചായനെന്ന് വിളിച്ച്. കുട്ടി അതിന് അച്ചായനെന്ന് പറഞ്ഞപ്പം ആര് പറഞ്ഞു, എപ്പ പറഞ്ഞു? ആയിട്ട് വന്നതാ. അപ്പൊ എന്തായി കഴിഞ്ഞാലും എങ്ങനെ ആളെങ്ങനെ? ആള് കുഴപ്പമില്ല. ആഷ്പാകെ എങ്ങോട്ട് വന്നാ? നീ വലിയ ഡയലോഗെല്ലാം അടിച്ച് പറഞ്ഞിട്ടുണ്ടായില്ലോ, കുറെ ഇംപ്രസിംഗും. ഒരാളെ ഓറ നഷ്ടപ്പെട്ടു, ഇനി അടുത്ത ആളെ ഓറ നോക്കാം.
പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനതിന് ഇംപ്രസ് ചെയ്ത് നിന്റെ ലൈവ് അല്ലേ? അല്ല എന്റെ ലൈവ് ആയിക്കോട്ടെന്നല്ല, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. ഒന്നും ചെയ്യട്ടെ. എന്നോട് വലിയ ഡയലോഗ് അടിച്ച് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കണ്ട ഒരാളല്ലേ നീ. ഞാൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കളിക്കുന്നില്ല. നിനക്ക് നിന്റെ അത്ര പരിചയ സമ്പത്ത് എനിക്കില്ല. നിന്റെ പല കഥകൾ ഞാൻ കേൾക്കലുണ്ട്. അല്ല അങ്ങനെ എന്തൊക്കെയോ തള്ളി വിടുകയാണ് ജാസി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. പക്ഷെ എന്നാലും രഞ്ജിത കൊച്ചിയിലുള്ള അല്ല ജസ്റ്റ് ഒരു ഐ ലവ് യു ആ രീതി പോയാ പോരാ. ചാറ്റ് അല്ല ഇംപ്രസ് ചെയ്യാം. ഇംപ്രസ് ചെയ്യണം. എന്ത് ചെയ്യണ്ടേ റെസ്പെക്ട് ആയിരുന്നു. റെക്സ്പെക്ട് ചെയ്യണമെന്ന് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോ റെക്സ്പെക്ട് ചെയ്യണമെന്ന്. കംഫർട്ട് ആക്കിട്ടേ ചെയ്യും. കാരണം എന്റെ ഒന്നാമത് ഞാൻ അവിടെ തൊടുപോലെ ഞാൻ ചെയ്തില്ല. തൊടുന്നതല്ല, തൊട്ടാ അത് ഡാൻസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പിടിക്കാം. ഓരോ അതിന് ഓക്കെ ആയിരുന്നല്ലോ ഡാൻസ് കളിക്കാൻ. ഓക്കെ ആയിരുന്നോ? പിന്നെ ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ എന്തെങ്കിലും ഉണ്ടെ അപ്പൊ എന്നോട് പറയണം. ഞാനാണ് ഇതിന്റെ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കാരണം ഇവന്മാരൊക്കെ ഓവർ പരിധി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ എന്താ ചെയ്യേണ്ടത് പറ. അഷ്പാക്ക് സോങ് പാടിട്ട് സോങ് പാടിട്ട് പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല. അല്ല എന്താ ഞാൻ ഒരു ചാലഞ്ച് ചെയ്യാം അഷ്പാക്ക്. അതായത് ജെനുവിൻ ആയിട്ട് അഷ്പാക്ക് കറക്റ്റ് ആ ഫീലിങ്സ് കറക്റ്റ് വന്നാൽ മാത്രമേ എന്താക്കാൻ പാടുള്ളൂ. അഷ്പാക്കിനോട് ആ സംഭവം ഓക്കെ ആണെന്ന്. അല്ലല്ല, ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. എന്തായിക്കോട്ടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ റിജക്ട് ചെയ്യണം. ഓക്കെ ഒന്ന് നടന്ന് എണീച്ച് വന്ന നിങ്ങള് അതായത് സ്കൂളിൽ നിന്ന് കാണുന്ന രണ്ട് കമിതാക്കളാന്ന് വിചാരിക്കാം. സ്കൂൾ വരാന്തകളിലൂടെ നടന്നു പോകുമ്പോ നിങ്ങൾക്ക് രണ്ടാക്കും മനസ്സിൽ അല്ല നിനക്ക് ഇഷ്ടമുണ്ട്, സ്കൂളല്ല കോളേജ് മനസ്സിലായിട്ടില്ല പോവാ നിനക്കില്ലാന്ന് കരുതി. അപ്പൊ ആ സമയത്ത് അഷ്പാക്ക് എങ്ങനെ പറയുന്നു പറഞ്ഞ് ഇംപ്രസ് ചെയ്യുന്നൊന്നും ഇവിടെ കാണിക്കും. ഞാൻ അങ്ങോട്ടല്ലേ പ്രപ്പോസ് ചെയ്യണ്ട. ആ ഇത് പറയാൻ കേട്ടോ, ഞാൻ ആടുന്ന വരാം. ഇങ്ങനെ നോക്കിടുമ്പോ നാണം ഗുണം കണ്ടോട്ടാ. എനിക്ക് പേടിയില്ല. വീടില്ലാന്ന് മൊത്തം തിരിയുന്നുണ്ടോ രഞ്ജു? ചോറുന്ന അല്ല ഇത് ഇതില്ല. പുറത്തൊന്നും പറയല്ലേ. ഒന്നൂടെ റീടേക്ക് പ്ലീസ്. ഇതെന്താ ഷൂട്ടിംഗ് ഒറ്റ ടേക്ക്. രഞ്ജു ഫുഡ് രഞ്ജു ഞാനത് സൊല്ലിയേ ആവണോ? നീ അവളെ എത്ര മണിക്കാ ബെല്ലടിക്ക? അറിയില്ല. അല്ല എന്റെ ക്ലാസ്സിൽ മാഷില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രീ പീരീഡാ. അതെ ഞാൻ അന്നേ പറയുന്നൊരു കാര്യം ഞാൻ അന്നേ ഒരു കാര്യം പറയാൻ വിചാരിച്ചാ. പിന്നെ രഞ്ജുവിന്റെ കൂടെ എപ്പോഴും മഞ്ജുവും ചിഞ്ചും ഉണ്ടാവും. അപ്പൊ രഞ്ജുവിനെ എനിക്ക് കിട്ടൂല. രഞ്ജു സിംഗിൾ ആണോ? എപ്പം ചോറ്റുപാത്രം ഞാൻ കൊണ്ടുവരുമ്പോ 2 മീൻ വറുത്തത് വെക്കാറുണ്ടായിരുന്നു. അതിലൊന്ന് മീൻ വറുത്തത് അതിലൊന്ന് രഞ്ജുവിനായിരുന്നു. പക്ഷെ എന്റെ ചങ്ങായിമാര് തണ്ടികള് കട്ടുകൊണ്ടുപോകും, രഞ്ജുവിന് തരാൻ പറ്റൂല. അല്ല അങ്ങനെ പറയട്ടെ. അപ്പൊ ഞാൻ ഓപ്പണായിട്ട് അങ്ങനെ പറയല്ലേ പറയാം. ഫസ്റ്റ് രഞ്ജു സ്കൂളിലേക്ക് വന്നപ്പോ മറ്റേ സ്കൂളിലായിരുന്നില്ലേ ഫസ്റ്റ്. അപ്പോ ഈ ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് ആദ്യം വരുമ്പോ തന്നെ എനിക്ക് രഞ്ജുവിന് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. അപ്പൊ അന്ന് ഞാൻ പറയണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു. എനിക്ക് രഞ്ജുവിനെ ഭയങ്കര ഇഷ്ടം. എന്താന്നറിയില്ല, അന്ന് കണ്ടപ്പോഴേ സ്പാർക്ക് അടിച്ച. പിന്നെ എപ്പോഴും പറയാൻ ഇങ്ങനെ മുട്ടി നിൽക്കും, മുട്ടുമ്പം കേറും, മുട്ടുമ്പം അത് പോവും. ഇപ്പാന്നൊരു അവസരം ഒത്തു വന്നത്. ഫ്രീ പീരീഡ്, ആരുമില്ല, മഴയോ? അപ്പൊ ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? മഴ ഇഷ്ടാണല്ലോ, എനിക്കും ഇഷ്ടാണ്. ശരിക്കും ശരിക്കും ഇഷ്ടം നോക്കുന്നതാണോ? അല്ല ഇഷ്ടാണ്. ഒരാൾ ഇഷ്ടം എന്ന് പറയുമ്പോ നമ്മൾ തിരിച്ചിഷ്ടം അല്ല. എന്തിഷ്ടം ആകേണ്ടത്? എല്ലാ തരത്തിലുള്ള ഒരു ഇഷ്ടമില്ലേ? ഇതെന്ത് എല്ലാ അല്ല അങ്ങനല്ല, ഒരു ഫ്യൂച്ചർ
ഫ്യൂച്ചർ ഓക്കെ അത് ആലോചിക്കാം. നമുക്ക് ആലോചിച്ചിട്ട് എപ്പ അതിന്റെ ഒരു മറുപടി കിട്ടും. മറുപടി പെട്ടെന്ന് വരാം. അടുത്ത ഇനി മീൻ വറുത്തത് ഒരു ഇല്ല ഇനി ഞാൻ മീൻ മറക്കുന്നില്ല. ഇനി ചോക്ലേറ്റ് ആയിട്ട് വരാം. ആണോ? ഓക്കെ അപ്പൊ അതായിട്ട് വരാം. അപ്പൊ നമുക്ക് ആലോചിക്കാം. അന്നപ്പോ ബെല്ലടിക്കാണ്, ഞാൻ പോട്ടെ. എങ്ങനെയുണ്ട് കൊള്ളാം. എന്തായാലും അവൻ്റെതായ രീതി ഹാർഡ് വർക്ക് ചെയ്ത് പറഞ്ഞു. രണ്ട് മീൻ പൊരിച്ച മതി വേണ്ടി ഡബിൾ റീസ് എടാ എനിക്കും പഠിപ്പിച്ചാടി ഈ പരിപാടി. ഇഷ്ടായോ? ആ ഇഷ്ടം മതി ബ്രോ. ഇല്ല മൊത്തം ഡബിൾ തന്നെയാണ്. ഇടയ്ക്ക് 2-3 കോഴി വരുന്നുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് നീ എത്ര പെണ്ണുങ്ങൾ ഇതേപോലെ അവന്റെ ചോദ്യം ഫസ്റ്റ് ടൈമോ? ഇങ്ങോട്ട് എക്സ്പീരിയൻസോട് കൂടി പറയാൻ നീ ഇതേപോലെ ഇങ്ങോട്ട് വരുന്നതില് എഫേർട്ട് ഇടലില്ല. അല്ല നീ ഇന്നുമ്പ് പിന്നെ ഇങ്ങോട്ട് വന്നതിൽ എല്ലാത്തിനും റിജക്ട് ചെയ്തിന്. പിന്നെ റിജക്ട് എല്ലാം. നീ അന്ന് പറഞ്ഞ കഥയോ ഫാത്തിമന്റെ? ഇത് എന്തെല്ലോ സ്ക്രിപ്റ്റ് ആയിട്ട് അറിയിട്ടുണ്ട് ഈ ജാതി. ഇങ്ങനെ പല പരിപാടികളും ഇത് ഓക്കെ എന്ത് സ്ക്രിപ്റ്റാണ് ഈ ജാസി? നീ പുതുങ്ങൽ, നീ പേടിക്കണ്ട. നീ നമുക്ക് കാര്യം ചെയ്യാം. അല്ല എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് ഇതേപോലെ ഇംപ്രസ് ചെയ്യാൻ ജസ്റ്റ് പഠിക്കണം. എനിക്ക് ഇതില്ല, അതായത് ആ ഗഡ്സ് എനിക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ റിവേർട്ട് ചെയ്യാം. രഞ്ജിത്ത് ഇവനെ പ്രപ്പോസ് ചെയ്യും. വേണ്ട എന്താ വേണ്ട? അല്ല ആ പേടി മാറും. ഞാൻ കാര്യം പറയാം, ആ പേടി മാറും. ഓൾറെഡി ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിന്നു. ആയിക്കോട്ടെ. ഞാൻ എന്താ പറയണ്ടേ? നീ അത് കണക്കായിട്ട് മറുപടി. ആയിക്കോട്ടെ ശരി. അപ്പൊ എന്താ സിറ്റുവേഷൻ എന്താ? അത് രഞ്ജിത. എന്നാ ആയിക്കോട്ടെ രഞ്ജിത. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇവിടെ വന്നാ മതി. പറഞ്ഞോ. ഓക്കെ ആരെ പ്രപ്പോസ് ചെയ്യണ്ട? ഞാനാണോ? രഞ്ജിതന്റെ പ്രപ്പോസ് എന്തായാലും എനിക്ക് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാനാവൂല. ആണോ? ഞാൻ പ്രപ്പോസ് എന്തുവാടെ ഇൻട്രോവർട്ടോ? ഓക്കെ ഹായ് സുഖാണോ? സുഖാണ്. അത് അങ്ങോട്ടല്ല നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്കി. ആണോ? ഞാൻ കൊറേ നാളായിട്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് നോക്കുന്നു. ഞാൻ പറയണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും തിരക്കാ, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എപ്പോഴും ബിസിയാ. അപ്പൊ ഇന്നിപ്പോ എനിക്ക് തന്നെ ഒറ്റക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ മനസ്സിലുള്ളത് പറയാന്ന്. എന്താ പറയാൻ? അല്ല എനിക്ക് എന്തോ തന്നോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേക ഇത്രയും നാൾ ആരോടും തോന്നാത്തൊരു ഇഷ്ടം. ഇവൻ ജാസ് ചുമ്മാ ഓവറായിട്ട് എക്സ്പ്രഷൻ അടിക്കുകയാണ് കേട്ടാ. നിന്ന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ജസ്റ്റ് നിന്ന് കേട്ടാ പോരെ. ഇഷ്ടം തോന്നുന്നതിന് എന്താ ഇഷ്ടം എന്ന് വെച്ചാല് അങ്ങനെ നോർമലായിട്ട് എടുക്കരുത്. അതെനിക്ക് തന്റെ ലൈഫിലേക്ക് എന്റെ ഒരു പാർട്ട്ണർ ആയിട്ടൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഹസ്ബൻഡ് ആയിട്ട് ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിന് പറ്റിയൊരു ആളാണ്. അതാണ്. എങ്ങനെയാ? എന്താ മറുപടി? എന്താ? ഞാൻ ആലോചിച്ചിട്ട് പറയാം. അത്രയ്ക്ക് ആലോചിക്കണോ? അല്ല എനിക്കെന്തോ എന്തോ ഫസ്റ്റ് തന്നെ ഒരു എന്നാ ഓക്കെയോ? അല്ല എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ ഉമ്മ അഥവാ കാണുവാണെങ്കിൽ ഉമ്മ പറയും. ഞാൻ ഉമ്മാട് ചോദിച്ചിട്ടേ പറയാൻ പറ്റും. ഉമ്മയെടുത്ത് വെച്ചിട്ടാണോ ഇയാൾ ഒരു പെണ്ണിനോട് ഇഷ്ടം പറയുന്നത്? അല്ല നമ്മള് അവരോട് ചോദിക്കണ്ടേ. ഇയാൾക്ക് ഇഷ്ടാണോ? എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം, നമുക്ക് ഈ ടോപ്പിക്ക് കൂടെ ഇങ്ങനത്തെ വിട്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ റൊമാൻസും പരിപാടിയായിട്ട് മൊത്തം പോയി കാണുന്നുണ്ട്. ഇതിൽ അത്ര കഴിവില്ല. അപ്പൊ ജാസി തന്നെ തെളിയിച്ചിരിക്കുകയാണ് എനിക്ക് അത്ര കഴിവില്ലാന്ന്. കൊള്ളാം മോനെ. അടുത്ത എന്താ ചെയ്യട്ടെ എന്ന് പറയാൻ. അപ്പോൾ എന്തായാലും പ്രപ്പോസൽ ചലഞ്ചും മറ്റും അവന് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അതാണ് ഇൻട്രവേർട്ട്മാർക്ക് അത് പറ്റത്തില്ല. സോ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.